മൂസ് വളരെ ഈസിയായി റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. അതിൻ്റെ കൂടെ ബിസ്ക്കറ്റും നട്ട്സും കൂടി ചേരുന്ന ഒരു ബേസും കൂടെ ആയാൽ അതൊരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ച 700 ഗ്രാം ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റിലോട്ട് 100 ഗ്രാം റോസ്റ്റ് ചെയ്ത ഹേസൽനട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് റോസ്റ്റഡ് അല്ലെങ്കിൽ പാനിലിട്ട് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിന് പകരം വാൾനട്ടോ കാഷ്യൂനട്ടോ ഏത് നട്ട്സ് വേണേലും യൂസ് ചെയ്യാം. ഇനി ഒരു ചോക്ലേറ്റ് സിറപ്പ് റെഡിയാക്കി എടുക്കണം. 1/2 കപ്പ് കൊക്കോ പൗഡർ, 3/4 കപ്പ് പഞ്ചസാര ഇത് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായി കട്ട പിടിക്കാതെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരാൻ തോന്നുമ്പോൾ ഇതിലേക്ക് 150 ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിക്കായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മെൽറ്റ് ചെയ്ത കൊക്കോ മിക്സ് നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച് ബിസ്ക്കറ്റും ഹേസൽനട്ടും ഇല്ല അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു ട്രേയിലോട്ട് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത്രയും തിക്കായിട്ടുള്ള ബേസ് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പകുതി ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ എടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേ ചെറുതാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി. ഇനി ഇത് 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. അടുത്ത ലെയർ ചോക്ലേറ്റ് മൂസ് ആണ്. 150 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ്, 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ ചേർത്ത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ബൗൾ എപ്പോഴും ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിരിക്കണം, അതായത് ചൂട് താങ്ങാനുള്ള ശേഷി ഉണ്ടായിരിക്കണം. പാനിൽ കുറച്ച് വെള്ളം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ബൗള് എപ്പോഴും പാനിൽ ഫിറ്റായിരിക്കണം, ശ്രദ്ധിക്കണം. ഇനി നമുക്ക് 2 ടീസ്പൂൺ ജെലറ്റിനിലോട്ട് 4 ടേബിൾ സ്പൂൺ തണുത്ത വെള്ളം ആഡ് ചെയ്ത് മാറ്റി വെക്കണം. അതിനുശേഷം ഇത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് മെൽറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ മെൽറ്റ് ചെയ്ത് വെച്ച് ജെലറ്റിൻ നേരത്തെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് മിക്സിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മെൽറ്റ് ചെയ്ത മിൽക്ക് ചോക്ലേറ്റ് അതും കൂടെ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ബേസ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് അതും കൂടെ ഈ ബേസിലോട്ട് ഒഴിച്ച് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. തേർഡ് ലെയർ വൈറ്റ് ചോക്ലേറ്റ് മൂസ് ആണ്. മിൽക്ക് ചോക്ലേറ്റ് മൂസ് റെഡിയാക്കി എടുത്ത പോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് മൂസും റെഡിയാക്കി എടുക്കാം. എന്നിട്ട് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് സെറ്റായി വന്ന ശേഷം കുറച്ച് കൊക്കോ പൗഡർ കൂടെ ആഡ് ചെയ്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.